എനിക്ക് 40 വർഷമെടുത്താണ് മനസ്സിലായത് കാലിയായ ബോട്ടിലുകൾ വലിയ വിലപ്പെട്ടവയാണ്. വിശ്വാസമാവുന്നില്ലേ? കാണിക്കാം. വാട്ടർ ബോട്ടിലുകളുടെ ക്യാപ്പുകൾ എടുത്ത് ഒരു ട്രേയിലിട്ട് അതിനു മുകളിൽ ഫ്ലവർ പൊട്ട് വയ്ക്കൂ. ഇനി വെള്ളമൊഴിക്കുമ്പോൾ ഹോളുകൾ മൂടിപ്പോകില്ല. കാലിയായ ഡീറ്റർജന്റ് ബോട്ടിൽ കളയണ്ട. ക്യാപ്പിലും ഹാൻഡിലും ചൂടാക്കിയ നെയിൽ കൊണ്ട് ചെറിയ ഹോളുകൾ ഇടൂ. ഇതുകൊണ്ട് അഡ്ജസ്റ്റബിൾ ഫ്ലോ ഉള്ള ഒരു വാട്ടറിംഗ് ക്യാൻ ഉണ്ടാക്കാം. ഒരു ബോട്ടിൽ അരിക്കുക. ഫ്രിഡ്ജ് ഡോറിൽ വെക്കാം. ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ പെർഫെക്റ്റ്. ഒരു ക്ലിപ്പ് ചേർത്താൽ ഹാങ്ങിങ് ഓർഗനൈസറാക്കും. മസാല സാച്ചറ്റുകൾ സൂക്ഷിക്കാൻ സൂപ്പർ. ബോട്ടിലരിഞ്ഞ് ക്യാബിനറ്റ് ഡോറിനകത്ത് ഒട്ടിച്ചാൽ ട്രാഷ് ബാഗുകളും പ്ലാസ്റ്റിക് റാപ്പുകളും സൂക്ഷിക്കാം. വേണ്ട സമയത്ത് തിരയേണ്ടി വരില്ല. വാട്ടർ ബോട്ടിലിന്റെ മുകളിലെ ഭാഗം അരിഞ്ഞ് അരി ബാഗിന്റെ വായിലിട്ടാൽ എത്ര വേണമെന്നത്ര മാത്രം ഒഴിക്കാൻ പറ്റും. ക്യാപ്പ് മുറുക്കിയാൽ പൊടിയും ഈരും കടക്കില്ല. സ്റ്റീൽ സ്ക്രബ്ബറിനും ഇത് ചുറ്റിവെക്കാം. പാത്രം കഴുകുമ്പോൾ കൈകൾക്ക് സംരക്ഷണം. പിന്നെ വറ്റാനും എളുപ്പം. ബോട്ടിലിന്റെ കഴുത്തിൽ ഒരു കപ്പ് വെക്കൂ. മുകളിലെ ഭാഗം മുറിച്ചു മാറ്റൂ. ഇപ്പോൾ വായ ഫ്രിഞ്ച് പോലെ മുറിക്കൂ. പിന്നെ അടിയും തുറക്കുക. ചെറിയൊരു ഹോൾ ഡ്രിൽ ചെയ്ത് വാളിലൊട്ടിച്ചാൽ കപ്പ് ഡിസ്പെൻസർ റെഡി. ഓയിൽ ജഗ് മുകളിൽ നിന്നരിഞ്ഞ് രണ്ട് വശവും ഹോൾ ഇടുക. ടോയ്ലറ്റ് പേപ്പർ റോൾ കവർ ചെയ്ത് ചോപ്സ്റ്റിക് ഇടൂ. ബാത്റൂമിൽ തൂക്കിവെക്കാം. ഇനി പേപ്പർ റോൾ ഈർപ്പപ്പെടില്ല. ഡിഷ് സോപ്പ് ബോട്ടിൽ അരിഞ്ഞ് രണ്ട് വശവും മാർക്ക് ചെയ്ത് സമമായി അരിഞ്ഞാൽ ഒരു DIY സ്റ്റോറേജ് റാക്ക് കിട്ടും. കട്ടിംഗ് ബോർഡും കത്തി വറ്റിക്കാം. ഇനി കറുത്തുപോയ മോൾഡി കട്ടിംഗ് ബോർഡുകളില്ല. ലോണ്ടറി ഡിറ്റർജന്റ് ബോട്ടിൽ കളയണ്ട. മാർക്ക് ചെയ്ത ലൈനുകൾക്കനുസരിച്ച് അരിക്കുക. ക്യാപ്പ് ഭാഗം വേവി ഡിസൈനായി കട്ട് ചെയ്യുക. ബേസിൽ ചെറിയ ഹോളുകൾ ഇടൂ. ഹാൻഡിൽ സൺഫ്ലവർ ഷേപ്പാക്കി മാറ്റി മണ്ണും ചെടികളും നിറച്ച് മനോഹരമായ പ്ലാന്റർ ആക്കാം. നിങ്ങൾക്ക് ഈ ഹാൻഡ്മെയ്ഡ് പ്ലാന്റർ ഇഷ്ടമായോ? ആവശ്യമെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കാം. ഇതുപോലെ കൂടുതൽ ട്രിക്കുകൾക്കായി ഫോളോ ബട്ടൺ അങ്ങ് അടച്ചു പൊട്ടിക്കുക.